ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് 3 ഡേ സ്റ്റഡി ചലഞ്ച്. ഫസ്റ്റ് ദിവസം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ ആയിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. സെക്കൻഡ് ഡേ കെമിസ്ട്രി ഹാഫിൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. ആൻഡ് എന്നെപ്പോലെ നിങ്ങൾ മഴ പിടിച്ചിരിക്കാതെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ, അതെനിക്ക് ആദ്യം തന്നെ പറയാനുണ്ട്. ആൻഡ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ടഫാണെന്ന് കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ട്രിക്സൊക്കെ ഈ വീഡിയോയിലുണ്ട്. സോ വാച്ച് ടിൽ ദ എൻഡ്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരുടെ പേര്, അവരെന്താ ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ 14th സെഞ്ച്വറിയിലെ 10 ചേഞ്ചസ് പഠിക്കാനുണ്ട്. അതിൽ 4-5 മിനിമം പഠിച്ചു വയ്ക്കുന്നതാണ്. സോ അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രേഡിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നു. ട്രേഡിൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടും. സോ ഗ്രോത്ത് ഓഫ് urban ലൈഫ്. അപ്പോൾ ആൾക്കാർ സ്വന്തം സ്വാതന്ത്ര്യത്തെ പറ്റി ബുദ്ധിപരമായി ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് റേഷണലിസം. 5 പോയിൻറ്റ്സ് ആയില്ലേ. ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ടിപ്പ്. അതുപോലെ തന്നെ നമുക്ക് കുറേ ഫാമിലീസും സിറ്റീസും പഠിക്കാനുള്ള ഒരു ടേബിൾ വരുന്നുണ്ട്. അതും നമുക്കിതുപോലെ ട്രിക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. സെക്കൻഡായിട്ട് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ ടെക്സ്റ്റിലെടുത്ത് അച്ചടിച്ച പോലെ പഠിക്കാനായിട്ട് നോക്കും. അതൊരിക്കലും പാടില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കുക, ആര് എപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത്. ആൻഡ് അത് നമ്മുടെ സ്വന്തം വാക്കിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ്സ് ദി സെക്കൻഡ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തേതായിട്ട് നമ്മളിങ്ങനെ സ്വന്തം വാക്കിൽ പഠിക്കുന്നത് ജസ്റ്റ് ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് ഫോണിൽ വയ്ക്കുക. നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ നല്ല തറവായിട്ട് സെറ്റായിരിക്കും. ആൻഡ് എക്സാം ടൈമിൽ മറന്നു പോകുന്നുള്ള പേടി വേണ്ട. ഫോർത്ത് ടിപ്പ് നിങ്ങളൊക്കെ കേട്ട് മടുത്തിട്ടുള്ള കാര്യമായിരിക്കും ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി തയ്യാറാക്കുന്നത് തന്നെയില്ല. നിങ്ങൾക്ക് ഡിജിറ്റൽ നോട്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പല കളറിലുള്ള ഹൈലൈറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പല സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സിന്, ഈസി ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഒരു സ്റ്റിക്കർ, ആൻഡ് ഹാർഡായിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ വേറൊരു സ്റ്റിക്കർ. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഡിജിറ്റൽ നോട്ട്സും റെഡിയാക്കാനായിട്ട് പറ്റും. സോ അതിനെ പറ്റിയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയിൽ ഏതൊക്കെ സബ്ജക്ട്സാണ് സെലക്ട് ചെയ്തത്, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊക്കെ സ്കൂളിൽ അവിടെ വരെ പഠിച്ചെത്തി, അതുപോലെ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നുണ്ടോ, അവിടെ എന്തായി അവസ്ഥ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോസ് പ്ലാൻ ചെയ്യാമായിരുന്നു. അതുപോലെ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിനെ പറ്റി, ഏത് സബ്ജക്റ്റിനെ പറ്റി വേണമെന്നാണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ.